അപ്പൊ നമ്മള് പുതിയൊരു ഗെയിമായിട്ട് വന്നേക്കണേ. നമ്മളെ ഗെയിമിന്റെ പേരാണ് ഗ്രാനി ചാപ്റ്റർ 2. അപ്പൊ നമ്മള് എല്ലാരും കേട്ടിട്ടുണ്ടെന്ന് അറിയാം. അപ്പൊ നമ്മളിത് ഗെയിമിലേക്ക് എത്തിയിട്ടുണ്ട്. എനിക്ക് ഗ്രാനി ചാപ്റ്റർ 1 ഭയങ്കര പേടിയായോണ്ടാണ് ഞാൻ കളിക്കാത്ത. അപ്പൊ നമ്മള് ഫ്ലെയിം പിടിച്ച് നിൽക്കുന്നുണ്ട്. പോത്ത് മതി, എക്സ്ട്രീം ഹാർഡ്, നോർമൽ, പോത്ത് അത് മതി. നമുക്കൊന്ന് ചെയ്തു. അപ്പൊ നമ്മൾ ലോഡിങ് ചെയ്തുകൊണ്ടിരിക്കാട്ടോ. എണീച്ച ഡേ 1 ആയി. നമ്മളെ എണീച്ചട്ടോ. അങ്ങനെ ബോധം കെട്ടതാണോ അതോ ഉറങ്ങിയതാണോ എന്നറിയില്ല. ആ തള്ള എന്താ, ആ തള്ള എപ്പോഴാലും എന്നെ കൊല്ലുന്നേ. ക്രോബാർ. ഇപ്പൊ ഗ്രാനി എന്ന് പറഞ്ഞ തള്ള ഇങ്ങോട്ട് വരാണ്ടിരുന്ന അറിയായിരുന്നു. എന്നാ എന്റെ കാര്യം പോക്ക. അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കാണ്. ഒരു ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. എന്താണ്ടൊരു സാധനം കണ്ട് എന്താണ്ടൊരു സാധനത്തിന് കണ്ട്. സ്പാർക്ക് പ്ലഗ്. പിന്നെ എന്തൊട്ടെങ്കി വേണ്ടേ? അത് പിടിച്ച് നിക്കണ സാധനങ്ങള. ഗ്യാസോലിൻ കണ്ടുപിടിക്കാം. ചിലപ്പോ ഈ അപ്പം ഇങ്ങോട്ട് വരും. ബോട്ട് എറ്റ്. ഇത് എന്തോ സാധനം? എന്താ? ഗ്ലാസ് ഫ്യൂസ്. അത് ആവശ്യമില്ലാന്ന് തോന്നണേ. അത് വേറെ വല്ല എസ്കേപ്പിനായിരിക്കും. കാരണം ഈ ബോട്ടിൽ എഴുതി കാണിച്ചിട്ടുണ്ടാവും എന്തൊക്കെയാ വേണ്ടേന്നുള്ളത്. അതുകൊണ്ടാണ്. അല്ലാഹുവേ, ആ കളവനും ആ തള്ളി വരാണ്ടിരുന്നാ മതിയായിരുന്നു. കളവൻ തള്ളി വരാണ്ടിരുന്നാ മതിയായിരുന്നു. ഇപ്പൊ നമ്മൾ മേളിലേക്ക് പോട്ടെ. ഗ്രാനിയുടെ ചിത്രമൊക്കെ ഉണ്ടല്ലോ അവിടെ. അല്ലാഹുവേ, അവിടെ ഉണ്ടാവാനിരുന്ന സന്തോഷ സാധനം. എന്താണ്ടൊരു സാധനം കണ്ട്. ഇതിൻ്റെ ഉള്ളിലെത്താവോ? ഓ, എന്താണ്ട് കിട്ടി നമുക്ക്. വെപ്പൺ കീ. നമുക്ക് എവിടെ വെക്കണ്ടേ? എന്താണ്ടോ നോക്കിക്കൊണ്ടിരിക്കണേ. ഇതാരീ ഇതൊക്കെ തുണിന്നേക്കണേ? മിക്കവാറും ആരിലൂടെ വന്നിട്ടുണ്ടാവും. ഞാൻ ഇതുവരെയായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ എങ്ങനെയാ തുറന്നേക്കുന്നേ? നമുക്ക് നോക്കാം. ആരെങ്കിലും ഇവിടെ ഇട്ടു. അല്ലാ, ആരാണ്? ഞാൻ ഇപ്പൊ കണ്ട പോലെ എനിക്ക് തോന്നി. അല്ലാ, ഗ്രാനി വന്നേ. ആ തള്ളക്ക് വേറൊരു സമയം കിട്ടിയില്ല വരാൻ. ഇപ്പൊ ഇതിൽ കൂടെ ആ കളവൻ വരും. പിന്നെ ഞാൻ 2 സൈഡ് ഇടും. ആ കളവനെപ്പോഴോ തള്ള അവിടെ കിടന്ന് ആ സാധനവും വെച്ച് നോക്കുന്നുണ്ട്. അവിടെ കിടന്ന് നോക്ക്. അല്ലാഹേ, ഞാനിപ്പോൾ ഈ കളവൻ ഇവിടെ എത്താം. നമുക്ക് എടുക്കുന്നത് വിളിച്ചിക്ക. അതാ നല്ലത്. അവർ രണ്ടുപേരും പോട്ടെ, അല്ലെങ്കിൽ ഉണ്ടല്ല ശരിയാവില്ല, എന്നെ കൊല്ലും. അപ്പൊ നമ്മൾ എണീച്ചിട്ടുണ്ട്. തള്ള കണ്ടടാ. തള്ള കണ്ടെന്ന് തോന്നണ്ട ഗായ്സ്. ഓ, കണ്ട് ഗായ്സ്, കണ്ട്. അതിന്റെ വായിലേക്ക് എന്തിനാ പോണേന്ന് എനിക്ക് മനസ്സിലായി. ഡേ 2 ആയി. ആ തള്ള അങ്ങനെ കണ്ടേ? ഞാൻ ഒളിച്ചെന്നത് കണ്ടില്ലല്ലോ. ഡേ 2 ആയിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ നമ്മള് വേറൊരു റൂം ഞാൻ കണ്ട്. അങ്ങോട്ട് ഞാൻ പോയില്ലാന്ന് തോന്നണേ. അപ്പൊ നമ്മള് CCTV ക്യാമറയില് ഓണാണല്ലാന്ന് തോന്നണേ. നമുക്ക് സാധനം തുറന്നു നോക്കിയില്ല. ഞാൻ ഒന്നുമില്ല, തുറന്നു നോക്കിയിട്ടും കാര്യമില്ല. ഇതൊന്നിട്ട സാധനം എസ്കേപ്പിന്റെ ആയിരിക്കും. ചിലപ്പോ ലോക്കാക്കിയേക്കാത്. അതിലടിക്കണോ? വേണ്ട, സേഫ് കീ വേണം. ഇതിലെവിടെയാണ് സേഫ് കീ? ആ സ്പാർക്ക് പ്ലഗ് എവിടെയും കണ്ട് വേണമെന്ന് പറയണ്ടായില്ല. ബോട്ടിന്റെ അവിടെ. അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാട്ടോ. അല്ല, ആരാട്ട് കണ്ടെന്നുകൊണ്ട് ശബ്ദം പോലെ ഞാൻ കേട്ട്. നമുക്ക് നേരെ താഴത്തേക്ക് പോവാ. താഴത്തേക്ക് പോയിട്ട് എവിടെ വെക്കണ്ടായിരുന്നു? ഇവിടെയാ.
ഇവിടെ അല്ലേ? ഇവിടെ തന്നെ വെക്കണം നമ്മൾ. സ്പറാക്ക് അവിടുത്തെ പ്ലഗ് കയറ്റി വെച്ചിട്ടുണ്ട്. ഞാനില്ല ഇവിടെയൊക്കെ വരും. വന്ന എൻ്റെ കഴിമ്പൊക്കെ തള്ളക്ക് വേറൊരാളെ പിടിച്ചോണ്ട് പോകാൻ കിട്ടിയില്ല. ഗെയിമല്ലേ, ഗെയിം ആവുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇവിടെ ആരും ഇല്ലാലോ, ആരും ഉണ്ടാവണ്ട. ഇവിടെ ആരുണ്ടോ? എന്തുവാ ഈ സാധനം? എന്താണ്ടൊരു സാധനം ഞാൻ കണ്ടല്ലോ. ഫ്രഞ്ച് സാധനം എവിടെ വെക്കണ്ടേന്നൊക്കെ നോക്കാം. അല്ലാഹേ, കളവൻ കണ്ടില്ല. ഓ, കണ്ട് ഗായ്സ്, ഇല്ല ഗായ്സ്, കണ്ടില്ല. നോക്കാം, ചിലപ്പോ ഈ വരി പുറത്ത് വരും കേട്ടോ. നമുക്ക് നോക്കാം. ഇങ്ങനെ ഇറക്കുമ്പോ അപ്പൊ തന്നെ കിഴങ്ങ് വരും. അതാണ് എൻ്റെ പ്രശ്നം. അതാണ്. നമുക്ക് ഇറങ്ങി നോക്കിയാലോ. അപ്പൊ ഗായ്സ്, നമ്മളത് അപ്പാപ്പന്റെ കാല് ഞാൻ കണ്ടു. നമുക്ക് ഇറങ്ങിയാലോ? ഇറങ്ങി എന്തായാലും നോക്കുമായിരിക്കും ഞാൻ. ഈ തള്ളക്കളവി ഇങ്ങോട്ട് വരും കേട്ടോ. ഇതെന്താ സാധനം? ഹെലികോപ്റ്റർ മാനുവൽ. ഞാൻ വെറുതെ ഇത് എടുത്തു. ഇത് ഹെലികോപ്റ്റർ എസ്കേപ്പ് ആണെന്ന് തോന്നുന്നുണ്ടാ. അതുകൊണ്ടായിരിക്കും ഹെലികോപ്റ്റർ മാനുവലൊക്കെ വെക്കണം. പക്ഷെ ഞാൻ ഹെലികോപ്റ്റർ അല്ല ചെയ്യണേ. ഇതെന്താ കട്ടിങ് പില്ലേഴ്സാ? അയ്യോ ഭക്ഷണം ഉണ്ടാക്കാൻ ഭർത്താവിന് വേണ്ടിയാണെന്ന് തോന്നുന്നു. എനിക്കൊന്നും വേണ്ട ഗ്രാനിയുടെ ഊള ഭക്ഷണം. മനിയ ഹെലികോപ്റ്റർ ഇറക്കി. പക്ഷെ ഇത് എവിടെ എസ്കേപ്പ് എന്നറിയില്ലല്ലോ. ഇതെന്തൂട്ടാ സാധനം? ഈ വെള്ളം തന്നെയല്ലേ ഞാൻ നേരത്തെ കണ്ട്. ഈ സാധനം ഇവിടെ ഉണ്ടെന്ന് അറിയൂലായിരുന്നു. അപ്പ ഡേ 3 ആവുമ്പോ തോന്നുന്നുണ്ട്. അപ്പൊ ഗായ്സ്, നേരത്തെ ആട് വന്നോണ്ടാട്ടോ അങ്ങനെയൊക്കെ. അപ്പൊ നമ്മള് വീണ്ടും ഹെലികോപ്റ്റർ മാനുവലിന് അത് ഓടിക്കാനുള്ള പഠിക്കാനായിരിക്കും ഗായ്സ്. എനിക്ക് ചുമയാണ്. അപ്പൊ നമ്മള് നേരെ പുറത്തിറങ്ങിട്ട് CCTV ക്യാമറ നോക്കണ്ട് ഗായ്സ്. അവിടെ ഒരു ചുമന്ന കളർ എന്റെ കണ്ടിട്ട് ഇപ്പൊ ചിലപ്പോ അപ്പാപ്പനല്ലെങ്കിൽ അമ്മാമ്മ വരും. ആരാ നോക്കണേന്ന് അറിയില്ലല്ലോ. CCTV ക്യാമറ ഇവിടെ ഉണ്ടാവും. ഇവിടെ ഒരു ലൈറ്റ്, അത് വേറെ നമ്മളെങ്കിലും പിടിക്കാൻ വന്നാലേ ഈ സ്ഥലത്ത് തുറക്കാൻ പറ്റും. എൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, തുറന്നിട്ടും കാര്യമില്ല. പീസ് ഓഫ് എ പിക്ചർ, ഒരു പിക്ചറിന്റെ പീസ്. ഡോറിലോ കുറച്ചോനെ പേടിച്ച്, സത്യമായിട്ടും പേടിച്ച് ഗായ്സ്. ഞാൻ കിടന്ന് കൂവിയേന്. ഞാനിക്കൊന്ന് പറഞ്ഞൂടെ പുറകേല് ഞാൻ തിന്ന്. Day 4 ആയിട്ട് അങ്ങനെയൊന്നും പറയില്ല, ഗെയിമല്ലേ. ചോര വന്നു ഗൈസ് നമ്മുടെ മേത്ത്. അപ്പ നമ്മൾ എന്തായാലും എസ്കേപ്പ് ആവില്ല, എനിക്കറിയാം. CCTV ക്യാമറ വീണ്ടും നോക്കണ്ട കേട്ടോ. അപ്പാപ്പനാണ് അമ്മമ്മയാണ്? ഇവിടെ ഒന്നുമില്ല, വെറുതെ തുറന്നു നോക്കിയിട്ടും കാര്യമില്ല. ഇവിടെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. പക്ഷെ ആ തള്ളച്ചി വരുന്നുണ്ടെന്ന് തോന്നണല്ല, വരണ്ട്. കാര്യം ഇങ്ങോട്ട് വരൂട്ടോ. എടോ, മനുഷ്യനോട് സമാധാനം തരടോ. ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യനോട് സമാധാനം തരടോ. ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ ഈ സൈഡിൽ കൂടെ ആരാ വന്നെ? ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യനോട് സമാധാനം തരൂല രണ്ടുപേരും. ഇനി മേളിൽ പോയി ഒളിച്ചിക്ക, അതാ ഒരു കഴിയോ. എന്തായാലും ഞാൻ ജയിക്കൂല. ഇവിടെ ക്രോബാർ വേണമായിരിക്കും. നീ വരിക, തള്ള കയറി വരാണ്. ഈ സാധനത്തിന്റെ ഉള്ളിൽ പോയി നോക്കിയാലോ. നമുക്ക് ഗ്യാസോലിൻ കിട്ടിപ്പോയി. ഗ്യാസോലിൻ കിട്ടിയപ്പോൾ
ഇവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഈ ശബ്ദം കേട്ട ആരെങ്കിലും ഇപ്പൊ വരും ഗൈസ്. അതുകൊണ്ട് ഞാൻ പൊളിച്ച് കാണും. ശബ്ദം കേട്ട ആരെങ്കിലും വരും. പറയും അപ്പാപ്പൻ അപ്പാപ്പൻ അപ്പാപ്പോയി അവസാനം പറഞ്ഞിട്ടൊക്കെ അപ്പാപ്പ വരും. അപ്പാപ്പന് കുനിയാൻ പറ്റൂലെന്ന് തോന്നണേ. ആ അമ്മാമ്മയുടെ ശബ്ദം കേട്ട് വന്നിട്ടുണ്ട്. വെപ്പൺ കീയല്ലേ അത്? ഇത് തോക്കിന്റെ സാധനം വല്ലതുമാണ്. വെപ്പൺ നോക്കുമ്പോ വെപ്പൺ തള്ള അവിടെ കുക്ക് ചെയ്യണ്ട. തള്ളന്റെ മുടിയുണ്ട് നിങ്ങൾ. ഇതൊക്കെ എന്താണല്ലേ? ഒരു കുന്തോലി പിന്നെ എന്തിനാ മനുഷ്യനെ വെറുതെ വരി തെറ്റിക്കുക? ആരെങ്കിലും പുറകിലുണ്ടോ നോക്കാം നമുക്ക്. ബോട്ട് കിട്ടിയിരിക്കുന്നു. ഇവിടെ മറ്റേ കട്ടറിന്റെ സ്പീഡില് പറയണ തള്ളക്ക് പെട്ട് കഴിച്ച് ഞാൻ പെട്ടു. നമുക്ക് ആ കുഞ്ഞിന്റെ സാധനത്തിൽ കയറാം. നമുക്ക് പെട്ടെന്ന് പോയി ഒളിക്കാം. കണ്ട് എന്തായാലും നമ്മൾ ചാവും. അതുള്ള വായും വെച്ച് നോക്കും. കണ്ടില്ല ഈ തള്ള കൊറേ നേരം കണ്ടില്ല. ഹീൽസിന്റെ ചെരുപ്പൊക്കെ ആട്ടാ തള്ള ഇട്ടേക്കണേ. തള്ള പോണ തണുപ്പുണ്ട. എന്ത് പെട്ടെന്നാ പോണേന്നൊക്കെ. ഇറങ്ങിയാല ഇവിടെ കുളിക്കാൻ പറ്റുമല്ലേ? പിന്നെ ഒന്നുമില്ല. അപ്പൊ ഇവിടെ ആരാണാവോ? തോന്നി കാര്യമില്ലുണ്ടെന്ന് തോന്നി. അപ്പൊ അത് ശ്രദ്ധിക്കണ്ട കേട്ടോ എന്റെ അനീത്തിയ. ലാസ്റ്റ് ഡേ ഞാൻ എന്തായാലും തോറ്റ് ചിലതൊക്കെ കണ്ടുപിടിച്ചു. പാടിലോക്കി മാത്രം കണ്ടുപിടിച്ചില്ല എന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതില് ജയിച്ചില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഒന്നുകൂടി കളിക്കും. അപ്പൊ ഞാൻ ജയിച്ചിരിക്കും. ഇപ്പൊ ഞാൻ എന്തായാലും തോക്കും. അടുത്ത തവണ ഞാൻ കളിക്കുമ്പോ ജയിക്കും. ഉറപ്പ് ജയിച്ചാ മതി. സെക്യൂരിറ്റി ക്രീമല്ല കീ. നിങ്ങള് മാക്കറോണി കഴിച്ചിട്ടുണ്ടോ? വെപ്പണിക്ക് ഒന്ന് പോയി നോക്കാം എവിടെ വെക്കണ്ടേ. കുറെ നേരം ഈ സാധനം എനിക്ക് എവിടെ വെക്കണേന്ന് കിട്ടണ. എന്താണ് എന്തുട്ട് ബാത്റൂമാ? എങ്ങനെ വെപ്പണിക്ക് എടുക്കും? ഇതിന്റെ ഉള്ളിൽ പോയി നോക്കാം. അതിന്റെ ഉള്ളിൽ പോയി കളിക്കണമായിരുന്നു. അപ്പൊ നമ്മള് തോറ്റിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇതിന് ജയിക്കൂലെന്ന്. അപ്പൊ നമ്മൾ ഈ സാധനത്തിൽ വെച്ച് നമ്മൾ കൊല്ലാൻ പോവാ. 3, 2, 1 സ്റ്റാർട്ട് കൊന്നോളൂ. അടുത്ത തവണ ഞാൻ ജയിക്കൂടാ. അമ്മ നിങ്ങളൊക്കെ വായി നോക്കിക്കൂ. ഗെയിം ഓവർ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യണം. അപ്പൊ എന്നെ എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പീസ് ഔട്ട്.